ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുക്കാൻ സാന്നിധ്യമാകാൻ എത്തിച്ചേരുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. നമുക്കറിയാം സ്വാഭാവികമായും ഇതിലൊരു രാഷ്ട്രീയ മുഖം വരും. അത് തീർച്ചയായിട്ടും കേരളത്തെക്കുറിച്ച് മറ്റ് പ്രചരണങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാകാം ഇത്തരം ശ്രമങ്ങൾ. ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് വരിക. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. കല്യാണം കഴിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ഇതാണ് കേരളം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. മറ്റുള്ളവർ പറയുന്ന പോലെ നോർത്തിലേക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവരിപ്പോ തമ്പാനൂർ പോലീസിൽ പറഞ്ഞേക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഈ കുട്ടികളുടെ ധൈര്യം. ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. കേരളത്തെക്കുറിച്ച് കേരള സ്റ്റോറി എന്ന തരത്തിൽ വരുന്നത് മറ്റു പല വ്യാഖ്യാനങ്ങളുമാണ്, മറ്റു പല കഥകളുമാണ്. ആ കഥകളല്ല, ഇത് ഇങ്ങനെയുള്ള കഥകളാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അത് തന്നെയാണ് നേരത്തെ എ റഹീം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇത് CPM ഇതിലേക്ക് എത്തുകയായിരുന്നില്ല, CPMലേക്ക് ഇവർ എത്തുകയായിരുന്നില്ല, വിവരമറിഞ്ഞ് തങ്ങളിവിടെ എത്തുകയായിരുന്നു എന്നാണ് CPMന്റെ നേതാക്കളൊക്കെ പറയുന്നത്. ഏതായാലും ഇത്തരം ഒരു വിവാഹത്തിനിവിടെ അരങ്ങൊരുങ്ങുന്നു. മൊണാലിസയുടെ വിവാഹത്തിനിവിടെ വേദി ഒരുങ്ങുന്നു. അല്പസമയത്തിനകം വിവാഹം നടക്കും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. നമുക്കറിയാം കേരള സ്റ്റോറി വിവാഹത്തിലേക്ക് വലിയ ശക്തമായ പ്രതികരണങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. MV ഗോവിന്ദന്റെ ഒക്കെ പ്രതികരണം നമുക്കിതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.